സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരള ഹോട്ടൽ റെസ്റ്റോറന്റ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സന്തോഷ് കോഴിക്കോട് ധർണ ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാനതല അണ്ടർ 23 പുരുഷ വനിതാ ഗുസ്തി ടൂർണമെന്റ് ശനി ഞായർ ദിവസങ്ങളിലായി കാസർഗോഡ് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ സുരക്ഷാ സേനാ യൂണിറ്റ് വേണമെന്ന ആവശ്യം പരിഗണിക്കുമെന്ന് പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുകർ റോട്ട്. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നടന്നുവരുന്ന വികസന പ്രവർത്തനങ്ങൾ DRM വിലയിരുത്തി. വ്യത്യസ്ത മേഖലയിലുള്ളവർക്ക് തൃക്കരിപ്പൂർ JCSന്റെ നേതൃത്വത്തിൽ ആദരവേകി. 85ാമത് വയസ്സിലും കൃഷിപ്പണി ചെയ്യുന്ന മീലിയാട്ടെ നങ്ങാരത്ത് സുലൈമാനെയും തൃക്കരിപ്പൂർ ടൗൺ ശുചീകരണ തൊഴിലാളി K രാധയെയുമാണ് ആദരിച്ചത്. വോർക്കാടി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി. BJP കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ ഉദ്ഘാടനം ചെയ്തു. പെരിയാർ ശ്രീനാരായണ കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ 2022-25 ബാച്ചിന്റെ ബിരുദദാന ചടങ്ങ് നടത്തി. കണ്ണൂർ സർവകലാശാല DSS ഡോക്ടർ സുജിത് ബിരുദദാന ചടങ്ങ് നിർവഹിച്ചു. പണത്തൂർ കാഞ്ഞങ്ങാട് അന്തർദേശീയ പാതയിൽ പ്രൈവറ്റ് ബസ് തൊഴിലാളികൾ പണിമുടക്ക് നടത്തി. തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക് നടത്തിയത്. വാർത്തകൾ വിശദമായി. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സന്തോഷ് കോഴിക്കോട് ധർണ ഉദ്ഘാടനം ചെയ്തു. മതങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ സംജാതമായിരിക്കുന്നത്. ഇത്തരങ്ങൾ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശങ്ങൾ പോലും നിഷേധിച്ചുകൊണ്ട് ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്ക് പോലും അവരോടൊരു വാക്ക് ചോദിക്കാതെ നമ്മുടെ വയോവൃദ്ധരെ ഇത്തരത്തിൽ തെരുവിലേക്ക് ഇറക്കുന്നതിന് വേണ്ടിയുള്ള കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഭക്ഷ്യമേഖലയെ ഒന്നാകെ പ്രതിസന്ധിയിലാക്കിയെന്ന് ഇവർ ആരോപിച്ചു. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സന്തോഷ് കോഴിക്കോട് ധർണ ഉദ്ഘാടനം ചെയ്തു. ഒരു സമര പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം നമ്മളെ വിളിച്ചു വരുത്തിയതാണ്. കാരണം പൊതുജനങ്ങൾക്ക് ഉപഭോക്താവിന് ഭക്ഷണം വിളമ്പി അവരെ സന്തോഷിപ്പിച്ച് ഉപജീവന മാർഗവും തൊഴിലാളികളുടെയും കുടുംബത്തിൻ്റെയും സംരക്ഷണം ഏറ്റെടുക്കേണ്ട നമ്മൾ കച്ചവടക്കാർ, ഹോട്ടൽ കച്ചവടക്കാർ ഇന്ന് തെരുവിലേക്ക് ഇറക്കി വിടുകയാണ്. നമുക്കറിയാം, ഈ സമീപ സമയത്ത് അസംസ്കൃത സാധനങ്ങളുടെ എല്ലാം തന്നെ വില എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട് എന്ന്. വില വർധനവ് സഹിക്കവയ്യാതെ നിങ്ങളുടെ മുമ്പിൽ സന്തോഷിച്ച് ഭക്ഷണം വിളമ്പുന്ന ഓരോ വ്യാപാരിയും അദ്ദേഹം മുണ്ട് മുറുക്കിയെടുത്ത് വയറ്റിൽ തീ വെച്ചുകൊണ്ടാണ് ഭക്ഷണം വിളമ്പുന്നത്. ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര മുഖ്യപ്രഭാഷണം നടത്തി. മുഹമ്മദ് ഗസാലി, പവിത്രൻ കുറ്റിയാടി, മിനി കൃഷ്ണൻ, രഘുവീർ പൈ, സത്യൻ ഇരിയണ്ടി, അജീഷ് നുള്ളിപ്പാടി, നാരായണൻ നൂട്ടുപുര, ശിശുപാൽ കാഞ്ഞങ്ങാട് എന്നിവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് നാരായണ പൂജാരി അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ഗംഗാധരൻ സ്വാഗതവും വർക്കിംഗ് പ്രസിഡന്റ് രാജൻ കളക്കര നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സംസ്ഥാനതല അണ്ടർ 23 പുരുഷ വനിതാ ഗുസ്തി ടൂർണമെന്റ് ശനി ഞായർ ദിവസങ്ങളിലായി കാസർഗോഡ് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് അണങ്കൂരിലുള്ള ശ്രീ ശാരദാ സഭാ ഭവനിലാണ് കേരള സംസ്ഥാനതല അണ്ടർ 23 പുരുഷ വനിതാ ഗുസ്തി ടൂർണമെന്റ് നടക്കുക. വീരാഞ്ജനേയ വ്യായാമശാല, ഗുഡ് മോർണിംഗ് കാസർഗോഡ് എന്നിവരുടെ പങ്കാളിത്തത്തോടെ കാസർഗോഡ് നഗരസഭയുടെ പൂർണ്ണ സഹകരണത്തോടെയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. കാസർഗോഡ് ജില്ലാ ഗുസ്തിക്കാർ കേരള സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അംഗീകരിക്കപ്പെട്ടവരാണെന്നും കാസർഗോഡ് ജില്ലാ ഗുസ്തി അസോസിയേഷൻ കേരള സംസ്ഥാന സംഘടനയുടെ ഭാഗമാണെന്നും സംഘാടകർ പറഞ്ഞു.
ഏകദേശം 22 വർഷങ്ങൾക്ക് ശേഷമാണ് കാസർഗോഡ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും യുവാക്കൾക്കിടയിൽ ഗുസ്തിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും ഗുസ്തിക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യമെന്നും സംഘാടകർ കൂട്ടിച്ചേർത്തു. 200-ലധികം പുരുഷ വനിതാ ഗുസ്തിക്കാർ പങ്കെടുക്കുന്ന ടൂർണമെൻറ്റിൽ അവരുടെ പ്രഭാത ഭക്ഷണം, ഗതാഗത സൗകര്യങ്ങൾ, താമസ സൗകര്യങ്ങൾ എന്നിവ സൗജന്യമായി നൽകുമെന്നും ഇവർ അറിയിച്ചു. ആരോഗ്യപരമായിട്ടുള്ള ഒരു കായികമാണിത് ഗുസ്തി എന്ന് പറയുന്നത്. അവരുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ മാനസികമായ ഉല്ലാസത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ഗെയിം കൂടിയാണ് നമ്മുടെ ഗുസ്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പുരാതന കാലം മുതലേ ഉള്ളൊരു പരിപാടിയാണ്. ഇപ്പോൾ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം കാസർഗോട്ടും ഒരുപാട് ഗുസ്തിയിലുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കാസർഗോഡ് തന്നെ ഇങ്ങനെ ഒന്ന് നടത്തണമെന്ന് നഗരസഭയോട് വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ നഗരസഭ അതിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകാനുണ്ട്. ഇങ്ങനെയുള്ളൊരു സ്പോർട്സ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അത് നമ്മുടെ കാസർഗോട്ടുകാർക്ക് ഒരു നല്ല ഒരു അനുഭവമായി മാറുകയും അതുമാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെ ഉള്ള ലേഡീസ് ആൻഡ് ജെൻസ് ഉള്ള ഒരു പരിപാടിയാണ്. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം, റെസ്ലിംഗ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സുരേഷ് മല്യ, ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സദാനന്ദ റൈ, അർജുനൻ തായിലങ്ങാടി, ശിവരായ ഷേണായി എം, കൃഷ്ണകുമാർ, ശുക്കൂർ തങ്ങൾ, കൃഷ്ണപ്രസാദ് PS തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വോർക്കാടി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി. BJP കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ ഉദ്ഘാടനം ചെയ്തു. CPM നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ അഴിമതിയുടെ പര്യായമെന്ന് PR സുനിൽ പറഞ്ഞു. വോർക്കാടി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ BJP നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. മജീർ പള്ളിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. നൂറുകണക്കിന് BJP പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു. തുടർന്ന് നടന്ന ധർണ BJP കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ ഉദ്ഘാടനം ചെയ്തു. CPM ഭരണത്തിലുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അഴിമതിയുടെയും ക്രമക്കേടിന്റെയും പര്യായങ്ങളായി മാറിയെന്നും പിണറായി നടത്തുന്ന ദുർഭരണം താഴെത്തട്ടിലും ആവർത്തിക്കുകയാണെന്നും PR സുനിൽ പറഞ്ഞു. ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ യുവമോർച്ചയുടെ ഒരു പ്രവർത്തകൻ ഈ ഗ്രാമപഞ്ചായത്തിന് അകത്ത് പോയി സാധാരണക്കാരന്റെ വിഷയങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം നടന്നു പോകുന്ന വഴി ഇടയിൽ അറിയാതെ കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ഇരിക്കുന്ന ആ ഹാളിന്റെ വാതിലിന്റെ ഒരറ്റത്ത് നിന്ന് അകത്തേക്ക് നോക്കിപ്പോയി നമ്മുടെ പ്രവർത്തക വന്നിട്ടുണ്ടോ എന്നൊരു അന്വേഷണം നടത്തിയപ്പോ ഈ കുടുംബശ്രീയുടെ ചെയർപേഴ്സന് ആകമാനം ഭ്രാന്തളകി എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. BJP വോർക്കാടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഭാസ്കർ പൊയ്യ അധ്യക്ഷത വഹിച്ചു. മഹിളാ മോർച്ച നേതാവ് KS രമണി മുഖ്യപ്രഭാഷണം നടത്തി. BJP ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ മുരളീധര യാദവ്, മണികണ്ഠ റായ്, മഞ്ചേശ്വരം മണ്ഡലം പ്രസിഡന്റ് ആദർശ് BM, ജനറൽ സെക്രട്ടറിമാരായ KV ഭട്ട്, യതിരാജ്, മുതിർന്ന നേതാവ് ധൂമപ്പ ശെട്ടി, താമരാക്ഷൻ, BJP വോർക്കാടി പഞ്ചായത്ത് ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെരിയാർ ശ്രീനാരായണ കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ 2022-25 ബാച്ചിന്റെ ബിരുദദാന ചടങ്ങ് നടത്തി. കണ്ണൂർ സർവകലാശാല DSS ഡോക്ടർ സുജിത് ബിരുദദാന ചടങ്ങ് നിർവഹിച്ചു. പെരിയാർ ശ്രീനാരായണ കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ 2022-25 ബാച്ചിന്റെ ബിരുദദാന ചടങ്ങ് നടത്തി. കോളേജ് പ്രിൻസിപ്പൽ ലത ESന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ കണ്ണൂർ സർവകലാശാല DSS ഡോക്ടർ സുജിത് ബിരുദദാന ചടങ്ങ് നിർവഹിച്ചു. ഇത്രയും മനോഹരമായിട്ടുള്ള കോളേജ്, ഇത്രയും നിറഞ്ഞ സദസ്സുള്ള വിദ്യാർത്ഥികൾ, ഇവിടുന്ന് കാണുമ്പോഴൊരു വ്യൂ നിങ്ങളിങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് കാണാനുള്ള ഭംഗിയാണ്. പലപ്പോഴും നമ്മൾ തോറ്റു തൊപ്പിയിടുക എന്ന് പറയാറുണ്ട്. ഇന്നെല്ലാം ജയിച്ച് തൊപ്പിയിട്ട ആൾക്കാരാണ്. അപ്പം പിന്നെ നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും ഓർമ്മയുണ്ടാവുന്ന ദിവസമായിരിക്കും നിങ്ങളൊക്കെ പഠിച്ച് നിങ്ങളൊരു ഡിഗ്രി പൂർത്തിയാക്കി ഈ ഒരു ദിവസം നിങ്ങളെ ഒരു മെമ്മറിയെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഫോട്ടോ ഫ്രെയിമായിട്ട് മാറാൻ പോകുന്ന ദിവസമാണ്. അത് ഈ ഒരു
ഗ്രാജുവേഷൻ ഡേ നോർമലി കോൺവെക്കേഷൻ എന്ന് പറയാൻ സാധിക്കില്ല. യൂഷ്വലി കോൺവെക്കേഷൻ കൊടുക്കേണ്ടത് യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും അതൊരു ഗ്രാജുവേഷൻ സെറമണി, എക്സിറ്റ് സെറമണി ഒക്കെ എൻ്റെ പേര് കൊടുക്കുന്നത്. പക്ഷേ പലപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ചില്ലിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഫോട്ടോ നമുക്ക് ആവശ്യമാണ്. അതിന് ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു അവാർഡ് സെറമണി, ഈ ഗ്രാജുവേഷൻ സെറമണി നടത്താറുണ്ട്. അത് നിങ്ങളുടെ പാരൻസിനും ഒരു അഭിമാന മുഹൂർത്തമാണ്. നിങ്ങളുടെ പാരൻസ് പ്രത്യേകിച്ചുകൊണ്ട് സ്വന്തം മകളോ മകളോ ഇവിടെ വന്നുകൊണ്ട് ഒരു കോളേജിലെ ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങുന്നു. ഹി ഓർ ഷീ ഈസ് കംപ്ലീറ്റിംഗ് ദി ഗ്രാജുവേഷൻ. അതൊരു പ്രൗഡ് മൊമെൻ്റാണ്. എല്ലാ പാരൻസിനെയും സംബന്ധിച്ച് ഒരു പ്രൗഡ് മൊമെൻ്റാണ്. നിങ്ങളുടെ പാരൻസും അത് വിറ്റ്നസ് ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങളൊക്കെ തേർഡ് ഇയർ കഴിഞ്ഞ വിദ്യാർത്ഥികളാണ്. നോർമലി ഹയർ എഡ്യൂക്കേഷനിലൊരു നാം ഫേസ് ചെയ്യുന്നത് പ്രധാന ഇഷ്യൂ എന്നത് ചടങ്ങിൽ കോളേജ് ചെയർമാൻ സി രാജൻ പെരിയ, കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഹേമലത, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാലകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. 2022-25 അധ്യയന വർഷത്തിൽ വിവിധ വിഷയങ്ങളിലായി ബിരുദം നേടിയ 108 വിദ്യാർത്ഥികൾ ബിരുദം സ്വീകരിച്ചു. രക്ഷിതാക്കളടക്കം 1000-ഓളം പേർ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പെരിയ. പാണത്തൂർ കാഞ്ഞങ്ങാട് അന്തർദേശീയ പാതയിൽ പ്രൈവറ്റ് ബസ് തൊഴിലാളികൾ പണിമുടക്ക് നടത്തി. തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക് നടത്തിയത്. കാഞ്ഞങ്ങാട് പാണത്തൂർ വെള്ളരിക്കുണ്ട് റൂട്ടിൽ ഉൾപ്പെടെ മലയോര റൂട്ടിൽ സ്വകാര്യ ബസ് സമരം ആരംഭിച്ചു. കണ്ടക്ടറെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായി ആരോപിച്ചാണ് സമരം ആരംഭിച്ചത്. കാഞ്ഞങ്ങാട് നിന്നും മലയോര റൂട്ടിലേക്കും തിരിച്ചു കാഞ്ഞങ്ങാട്ടേക്കും സ്വകാര്യ ബസ്സുകൾ യാത്ര നടത്തിയില്ല. 40ഓളം ബസ്സുകളാണ് യാത്ര ഒഴിവാക്കിയത്. സ്വകാര്യ ബസ്സുകളിലെ തൊഴിലാളികൾ പണിമുടക്കിയതോടെയാണ് ഓട്ടം നിലച്ചത്. കഴിഞ്ഞ ദിവസം കോളിച്ചാലിൽ ഒരു വിദ്യാർത്ഥിനിയെ റഷാദ് ബസ്സിൽ കയറ്റിയില്ലെന്നാരോപിച്ച് തർക്കമുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കണ്ടക്ടർ കോളിച്ചാലിലെ സുനിൽ എന്ന സുഗു രാജപുരം പോലീസിൽ പരാതി നൽകി. ഈ പരാതിയിൽ ചർച്ചയ്ക്ക് രാജപുരം സ്റ്റേഷനിലെത്തിയ സുനിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തെന്നാരോപിച്ചാണ് ബസ് തൊഴിലാളികൾ പണിമുടക്കിയത്. കാഞ്ഞങ്ങാട്ടും പാണത്തൂരിലും വെള്ളരിക്കുണ്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ബസ്സുകൾ നിർത്തിയിട്ടു. ന്യൂസ് ബ്യൂറോ, പാണത്തൂർ. പാലിയേറ്റീവ് നഴ്സുമാരും ആശാപ്രവർത്തകരും ചേർന്ന മികച്ച സാമൂഹിക പ്രവർത്തകയ്ക്കുള്ള ഭാരത് സേവക് സമാജ് പുരസ്കാരം നേടിയ സുജാത ടീച്ചർക്ക് ആദരവ് നൽകി. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എൻ ജീജ പുരസ്കാര സമർപ്പണം നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭയുടെയും ജില്ലാ ആശുപത്രിയുടെയും ആരോഗ്യമേഖലയിൽ സേവനം ചെയ്യുന്ന പാലിയേറ്റീവ് നഴ്സുമാരും ആശാപ്രവർത്തകരും ചേർന്ന് മികച്ച സാമൂഹിക പ്രവർത്തകയ്ക്കുള്ള ഭാരത് സേവക് സമാജ് പുരസ്കാരം നേടി കാഞ്ഞങ്ങാട് നഗരസഭയെ ദേശീയ തലത്തിൽ ശ്രദ്ധേയമാക്കിയ നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർക്ക് ആദരവ് നൽകി. പാലിയേറ്റീവ് പ്രവർത്തനം, ലൈഫ് ഭവന പദ്ധതി തുടങ്ങിയ മേഖലകളിലെ മാതൃകാപരമായ പ്രവർത്തനത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. AC കണ്ണൻ നായർ സ്മാരക ഹാളിൽ നടന്ന പാലിയേറ്റീവ് അവലോകന യോഗത്തിലാണ് ആദരവ് നൽകിയത്. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എൻ ജീജ പുരസ്കാര സമർപ്പണം നടത്തി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KV സരസ്വതി അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ K ലത, K പ്രഭാവതി, കൗൺസിലർമാരായ T ശോഭ, KK ബാബു, M സൗദാമിനി, ജില്ലാ ആശുപത്രി മെഡിക്കൽ ഓഫീസർ M മുരളീധരൻ, പാലിയേറ്റീവ് നഴ്സ് ദീപ്തി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാതയുടെ അധ്യക്ഷതയിൽ പാലിയേറ്റീവ് അവലോകന യോഗവും നടന്നു. ഇത്രയും വലുപ്പമുള്ള ഒരു നഗരസഭ വളരെ കുറച്ച് ആരോഗ്യ പ്രവർത്തകരുടെ സേവനത്തിന്റെ ഭാഗമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. മറ്റു നഗരസഭകളൊക്കെ നമ്മൾ പലപ്പോഴും പരിശോധിക്കുമ്പോൾ വെറും 25,000-ഓ 30,000-ഓ ഒക്കെ ജനസംഖ്യയുള്ള, ഇതിന്റെ പകുതി മാത്രം വാർഡുകളുള്ള നഗരസഭകൾ പോലും ഇത്രയും മികച്ച രൂപത്തിൽ അതിന്റെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളോ മറ്റ് ആരോഗ്യ മേഖലയിലുള്ള പ്രവർത്തനങ്ങളോ നിർവഹിക്കാത്ത അവസ്ഥ, അല്ലെങ്കിൽ അവർക്ക് പലപ്പോഴും പലതും വലിയ പ്രശ്നങ്ങളായി മാറുന്ന അവസ്ഥ പറയാറുണ്ട്. അപ്പൊ അതൊക്കെ മാറ്റി നിർത്തി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നോക്കുമ്പോഴാണ് നമ്മളതിനെ വലിയ പ്രചരണം കൊടുത്തില്ലെങ്കിൽ പോലും ഏറ്റവും മികച്ച രൂപത്തിലുള്ള പാലിയേറ്റീവ് പ്രവർത്തനമാണ് നമ്മുടെ നഗരസഭയ്ക്കകത്ത് വരുന്നത്. ഓരോ സമയത്തും രജിസ്റ്റർ ചെയ്യപ്പെടുന്ന രോഗികൾ അവരെ വീടുകളിൽ ചെന്ന് കാണാൻ, അവരുടെ ഹോം കെയർ ഇല്ലെങ്കിലും അവരോടൊപ്പം നിന്നുകൊണ്ട്, ഹോം കെയർ ആവശ്യമില്ലാത്ത രോഗികളായാൽ പോലും അവരോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഒക്കെ തയ്യാറാകുന്ന ആശമാരുടെ ഒരു കൂട്ടമുണ്ട്. അതുപോലെ അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആരോഗ്യ പ്രവർത്തകരും ഉണ്ട്.
സേവന പ്രവർത്തനങ്ങൾ, ഭാവി പ്രവർത്തനങ്ങൾ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ അവലോകന യോഗത്തിൽ ചർച്ച ചെയ്തു. കൗൺസിലർമാർ, നഗരസഭാ ജില്ലാ ആശുപത്രി ജീവനക്കാർ, 43 വാർഡുകളിലെയും ആശാപ്രവർത്തകർ, സേവന സന്നദ്ധ പ്രവർത്തകർ എന്നിവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാരുതി മിംടെക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സെന്റർ 2025 വർഷത്തെ പ്രവേശനോത്സവം വിപുലമായി നടത്തി. മൻസൂർ ഹോസ്പിറ്റൽ MD ഷംസുദ്ദീൻ പാലക്കി ഉദ്ഘാടനം ചെയ്തു. മാരുതി മിംടെക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സെന്റർ 2025 വർഷത്തെ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെയാണ് നടന്നത്. മൻസൂർ ഹോസ്പിറ്റൽ MD ഷംസുദ്ദീൻ പാലക്കി ഉദ്ഘാടനം ചെയ്തു. നഴ്സ് എന്നത് ജോലിക്കുപരി ഒരു മഹത്തായ സേവനമായി കരുതണമെന്നും പരിചരണത്തിന്റെ മൂല്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നോർത്ത് കേരളയിൽ എന്നല്ല, കേരളം ഒട്ടുക്കുതന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി വളർന്നിരിക്കുകയാണ് നമ്മൾ കാഞ്ഞങ്ങാടുള്ള ഷാജിയുടെ മാരുതി ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവിടെ പഠിച്ചു വരുന്ന കുട്ടികളെ ഷാജി ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികളുടെ അച്ചടക്കവും അവർക്ക് ഇവിടുന്ന് കിട്ടുന്ന ട്രെയിനിങ്, പഠനവും കൊണ്ടുണ്ടാവുന്ന ആ ഉത്സാഹത്തോടു കൂടിയുള്ള പ്രവർത്തനം, ഇതൊക്കെ നമ്മളെപ്പോഴും ഹോസ്പിറ്റലിൽ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. അത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് കിട്ടുന്ന ശിക്ഷണം കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കാറുണ്ട്. ഞങ്ങളതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഇപ്പം ഷാജി പറഞ്ഞ് നോർത്ത് കേരളയുടെ എല്ലാ ഭാഗത്തുള്ള കുട്ടികളും ഇവിടെ ഉണ്ടെന്ന്. മലപ്പുറം, കോഴിക്കോട് പോലുള്ള ഭാഗത്തുനിന്ന് നിങ്ങളിവിടെ പഠിക്കാൻ എത്തിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗുണം മനസ്സിലാക്കിയിട്ടായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അച്ചടക്കത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ മറ്റ് ജോലികൾ പോലെയല്ല നഴ്സിംഗ് ഫീൽഡ്. നമ്മൾ എപ്പോഴും കൈകാര്യം ചെയ്യുന്നത് മനുഷ്യജീവനുകളെയാണ്. വിലമതിക്കാനാകാത്ത മനുഷ്യജീവനുകളെ രക്ഷിക്കാനും സംരക്ഷിക്കാനും ഒരു ഡോക്ടർ എന്നതിലുപരി, ഡോക്ടർമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, അവരെ കുറച്ച് കണ്ടുകൊണ്ട് പറയുന്നതല്ല, അവർക്ക് ഒരു രോഗിയുടെ അടുത്ത് കിട്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ സമയമാണ്. ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻ്റ് അഡ്മിറ്റ് ആയാൽ ഡോക്ടർ റൗണ്ട്സിൻ്റെ സമയത്ത്, OPയുടെ ടൈമിൽ അല്ലെങ്കിൽ എമർജൻസി ടൈമിൽ ഡോക്ടറെ വിളിച്ചാൽ ഡോക്ടർ എത്തിച്ചേരും, പേഷ്യൻസിനെ കാണും. യോഗത്തിൽ മിംടെക് MD SP ഷാജി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർമാരായ ശശിധര റാവു, അബ്ദുൾ ഖാദർ, എഴുത്തുകാരൻ സുകുമാരൻ പെരിയച്ചൂർ, PS ശശിധരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ബാലചന്ദ്രൻ കൊട്ടോഴി മോട്ടിവേഷൻ ക്ലാസ് നടത്തി. രാജി കൊളവയൽ സ്വാഗതവും ശരണ്യ ചെറുവത്തൂർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ICDS പ്രൊജക്ട് ഓഫീസുകൾക്ക് മുന്നിൽ സംസ്ഥാന വ്യാപകമായി ധർണ സംഘടിപ്പിച്ചു. ജില്ലയിൽ 11 കേന്ദ്രങ്ങളിലായിരുന്നു സമരം. ചെങ്കളയിൽ CITU ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പോഷൻ ട്രാക്കറിലെ അപാകത പരിഹരിക്കുക, അംഗനവാടി പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്യുന്നതിന് പ്രവർത്തന സജ്ജമായ ഉപകരണം നൽകുക, ഗുണഭോക്താക്കൾക്ക് കൃത്യമായ പോഷകാഹാര വിതരണം നടത്തുക, മേലുദ്യോഗസ്ഥരുടെ പീഡനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU IDDS പ്രൊജക്ട് ഓഫീസുകൾക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച ധർണ കാസർഗോഡ് ചെങ്കളയിൽ CITU ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാം ആധുനിക സജ്ജീകരണത്തോടു കൂടി അല്ലെങ്കിൽ ടെക്നിക്കൽമായിട്ട് എല്ലാം തന്നെ ഈ കമ്പ്യൂട്ടർവൽക്കരിച്ചെങ്കിലും പലതും ഫോണിൽ കൂടി ചെയ്യണമെന്ന് പറഞ്ഞാലും അതെല്ലാ റെക്കോർഡുകളും ഇപ്പോഴും കമ്പ്യൂട്ടർവൽക്കരിക്കാനുള്ള സംവിധാനം നമ്മുടെ രാജ്യത്ത് ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടില്ല, കേരളത്തിലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ പദ്ധതിയുടെ പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങൾ സൂക്ഷിച്ച എല്ലാ റെക്കോർഡുകളും 10, 11, 12 റെക്കോർഡുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് നിങ്ങളോട് 18-ൽ ഒരു ഫോണും തന്നിട്ട് പറഞ്ഞത് ഇതെല്ലാം ഫോണിൽ കൂടി ചെയ്യണമെന്ന്. ഞങ്ങൾ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്തുള്ള ഏതെല്ലാം സംസ്ഥാനത്ത് എവിടെയെല്ലാം ഈ നൽകുന്ന ഫോണിന് ഇപ്പോൾ പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്? ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത്, ഒരു മാസം വന്ന് ഒരു ഗർഭിണിയുടെ ആശ്രിതരായിട്ട് ആരെങ്കിലും ഒരാൾ വന്ന് സാധനം വാങ്ങിയാൽ അത് ഫോട്ടോ എടുക്കണം, ആ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അടുത്ത മാസവും അതേ ആൾ തന്നെ വരണം. ആ ഗർഭിണിയുടെ ബന്ധപ്പെട്ട വേറെ ആരെങ്കിലും വന്നാൽ പോലും കൊടുത്താൽ അതൊരു വേറെ രീതിയിലേക്കാണ് വ്യാഖ്യാനിക്കുന്നത്. അതല്ലെങ്കിൽ അത് നിങ്ങൾ വകമാറ്റി കൊടുക്കുന്നു, അല്ലെങ്കിൽ അത് കൊടുക്കേണ്ട രീതിയിലല്ല കൊടുക്കുന്ന രീതിയിലേക്ക് അത് വരുന്നു. പക്ഷേ എങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിയും? A. സാവിത്രി അധ്യക്ഷത വഹിച്ചു. V. ഉഷ സ്വാഗതവും രമണി നന്ദിയും പറഞ്ഞു. കേന്ദ്ര സർക്കാർ പദ്ധതിയായ IDDS ആരംഭിച്ച് 50 വർഷം പൂർത്തിയാകുമ്പോഴും അംഗനവാടി ജീവനക്കാർക്ക് തുച്ഛമായ ഓണറേറിയമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്.
കേരളത്തിൽ വർക്കർമാർക്ക് ലഭിക്കുന്ന 13,000 രൂപയിൽ കേവലം 2,700 രൂപ മാത്രമാണ് കേന്ദ്രം നൽകുന്നത്. 900 രൂപ ലഭിക്കുന്ന ഹെൽപ്പർക്ക് 1,350 രൂപയാണ് കേന്ദ്ര വിഹിതമെന്നും പ്രവർത്തകർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള ഹോട്ടൽ റെസ്റ്റോറന്റ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സന്തോഷ് കോഴിക്കോട് ധർണ ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാനതല അണ്ടർ 23 പുരുഷ വനിതാ ഗുസ്തി ടൂർണമെന്റ് ശനി ഞായർ ദിവസങ്ങളിലായി കാസർഗോഡ് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ സുരക്ഷാ സേനാ യൂണിറ്റ് വേണമെന്ന ആവശ്യം പരിഗണിക്കുമെന്ന് പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുകർ റോട്ട്. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നടന്നുവരുന്ന വികസന പ്രവർത്തനങ്ങൾ DRM വിലയിരുത്തി. വ്യത്യസ്ത മേഖലയിലുള്ളവർക്ക് തൃക്കരിപ്പൂർ JCSന്റെ നേതൃത്വത്തിൽ ആദരവേകി. 85ാമത് വയസ്സിലും കൃഷിപ്പണി ചെയ്യുന്ന മീലിയാട്ടെ നങ്ങാരത്ത് സുലൈമാനെയും തൃക്കരിപ്പൂർ ടൗൺ ശുചീകരണ തൊഴിലാളി K രാധയെയുമാണ് ആദരിച്ചത്. വോർക്കാടി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി. BJP കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ ഉദ്ഘാടനം ചെയ്തു. പെരിയാർ ശ്രീനാരായണ കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ 2022-25 ബാച്ചിന്റെ ബിരുദദാന ചടങ്ങ് നടത്തി. കണ്ണൂർ സർവകലാശാല DSS ഡോക്ടർ സുജിത് ബിരുദദാന ചടങ്ങ് നിർവഹിച്ചു. പണത്തൂർ കാഞ്ഞങ്ങാട് അന്തർദേശീയ പാതയിൽ പ്രൈവറ്റ് ബസ് തൊഴിലാളികൾ പണിമുടക്ക് നടത്തി. തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക് നടത്തിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.